2 പത്രോസ് 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബം വരുകയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. വിധിദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾ കുഴികളിലേക്ക് തള്ളിവിട്ടു. ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റ് 7 പേരോടുകൂടി അവിടുന്ന് കാത്തുരക്ഷിച്ചു. ഓർമ്മിക്കുക, സാത്താൻ ഒരിക്കൽ പ്രകാശിതനായ ദേവദൂതനായിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി സഭ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം സാത്താനുമായി നിത്യശത്രുതയിലാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പ പ്രസ്താവിക്കുന്നത് പോലെ ഏതെങ്കിലും സമയത്ത് പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവകൃപ ഒരു നിമിഷത്തേക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ, കളങ്കമോ പാപക്കറയോ ഉണ്ടായിരുന്നെങ്കിൽ, ഉത്ഭവ പാപത്താൽ കളങ്കിതയായിരുന്നെങ്കിൽ സാത്താനുമായി ശാശ്വത ശത്രുത ഉണ്ടാകുമായിരുന്നില്ല. മറിയം സാത്താനും അവന്റെ സൈന്യത്തിനുമെതിരെ സൈന്യനിര പോലെ ശക്തയും ഭയങ്കരിയുമാണ്. ദൈവത്തിന്റെ ഒരു വിനീത ദാസിയാൽ തോൽപ്പിക്കപ്പെടുന്നത് സാത്താനെ സംബന്ധിച്ചിടത്തോളം ദൈവത്താൽ തോൽപ്പിക്കപ്പെടുന്നതിനേക്കാൾ അസഹനീയമാണ്. കാരണം അവൻ അത്ര കണ്ട് അഹങ്കാരിയാണ്. ദൈവം ഒരു സ്ത്രീയെ ഉപകരണമാക്കിക്കൊണ്ട് സാത്താനെ തോൽപ്പിക്കുക എന്നത് നീതിയും ജ്ഞാനവുമാണ്. കാരണം സാത്താൻ മനുഷ്യവംശത്തെ തോൽപ്പിക്കാൻ ഒരു സ്ത്രീയെ ഉപകരണമാക്കി, അതായത് ഹവ്വ. ആയതിനാൽ ദൈവത്തോടെന്നതിനേക്കാൾ ശത്രുതയും ഭയവും കോപവും സാത്താന് മറിയത്തോടുണ്ട്. ദൈവത്തിന്റെ സർവശക്തിയേക്കാൾ മറിയത്തിന്റെ വിനയം ദൈവം സാത്താനെ തോൽപ്പിക്കാൻ ആയുധമാക്കി. വിനീതയായ മറിയം അഹങ്കാരിയായ സർപ്പത്തിന്റെ തല തകർക്കുമെന്നാണ് പ്രവചനം. വെളിപാട് ഗ്രന്ഥത്തിൽ നാം കാണുന്ന പിശാചെന്നും സാത്താനെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പത്തിന്റെ തല തകർക്കപ്പെടും. പിശാച് ഒരാത്മാവിന്റെ മേൽ അവകാശം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി കെടുത്തുകയായിരിക്കും ലക്ഷ്യം. ആയതുകൊണ്ട് പിശാചിന്റെ കുടിലതന്ത്രം വില പോകാതിരിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ സംരക്ഷണം ഉറപ്പുവരുത്തി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. സ്വർഗസമ്മാനമായി ലോകൈകനാഥനെ തിരുദരത്തിലായി വഹിച്ചൊരമ്മേ, സ്വർഗസമ്മാനമായി ലോകൈകനാഥനെ തിരുദരത്തിലായി വഹിച്ചൊരമ്മേ, പറുദീസയാകുമാ നിന്മടി തട്ടിലായി മയങ്ങുവാനെനിക്ക് മോഹം, പറുദീസയാകുമാ നിന്മടി തട്ടിലായി മയങ്ങുവാനെനിക്ക് മോഹം. ഉൾത്താരിൽ നിറയുമോ സ്നേഹമേ നീ, എന്നുൾത്താരിൽ നിറയുമോ സ്നേഹമേ നീ. അമ്മേ മറിയമേ നിൻ സ്തുതിഗീതം ഞാൻ പാടിടുമ്പോ, കാരുണ്യം തൂകിടും നിന്റെ വ്യരൂപം എന്നുള്ളിൽ തെളിഞ്ഞിടുന്നു. എന്റെ മനസ്സിലെ സ്നേഹമതെന്നും നീയാണമ്മേ, ആ തിരുമാറിലെ സ്നേഹത്താണൊരു പുണ്യമല്ലേ. ദൈവഹിതമായി നീ പരിശുദ്ധ റൂഹായെ ഒരു വരദാനമായി സ്വീകരിച്ചു. ദൈവഹിതമായി നീ പരിശുദ്ധ റൂഹായെ ഒരു വരദാനമായി സ്വീകരിച്ചു. ഒന്നുമില്ലായ്മ തൻ
ായ തമ്പുരാന് അമ്മേ മറിയമേ നീ സ്തുതിഗീതം ഞാൻ പാടിടുമ്പോ കാരുണ്യം തോകിടും നിന്റെ ദിവ്യരൂപമിനുള്ളിൽ തെളിഞ്ഞിടുന്നു. എന്റെ മനസ്സിലെ സ്നേഹമതെന്നും നീയാണമ്മേ. ആ തിരുമാറിലെ സ്നേഹത്താണൊരു പുണ്യമല്ലേ. കുരിശിൽ പിടയുന്ന പ്രാണന്റെ വേദന ഹൃദയം നുറുങ്ങി നീ സഹിച്ചുവല്ലോ. കുരിശിൽ പിടയുന്ന പ്രാണന്റെ വേദന ഹൃദയം നുറുങ്ങി നീ സഹിച്ചുവല്ലോ. നിണമണിഞ്ഞൊരാമുഖം വാരിപ്പുണർന്നു നീ ക്രൂശിച്ചോർക്കെല്ലാം മാപ്പു നൽകി. സർവം ക്ഷമിക്കുന്ന മാതൃസ്നേഹമായി സ്വർഗസമ്മാനമായി ലോകൈകനാഥനെ തിരുദരത്തിലായി വഹിച്ചൊരമ്മേ. പറുദീസയാകുമാ നിന്മടി തട്ടിലായി മയങ്ങുവാനെനിക്ക് മോഹം. ഉൾത്താരിൽ നിറയുമോ സ്നേഹമേ നീ, എന്നുൾത്താരിൽ നിറയുമോ സ്നേഹമേ നീ. അമ്മേ മറിയമേ നീ സ്തുതിഗീതം ഞാൻ പാടിടുമ്പോ കാരുണ്യം തോകിടും നിന്റെ ദിവ്യരൂപമിനുള്ളിൽ തെളിഞ്ഞിടുന്നു. എന്റെ മനസ്സിലെ സ്നേഹമതെന്നും നീയാണമ്മേ. ആ തിരുമാറിലെ സ്നേഹത്താണൊരു